അതെ, ഈ സാധനം കണ്ടിട്ടുണ്ടാ? ഇതൊരു ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഈ ഫ്രൂട്ടിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇലയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ഇലയൊക്കെ പറിച്ച് കളഞ്ഞ് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതൊന്ന് കടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കിതൊരു ബൈറ്റ് പോലും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പുളിയാണ്. നമുക്ക് എന്താ പറയുക, അത്രയും പുളി. അപ്പം ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് ലെമൺ വൈൻ. അപ്പം നിങ്ങൾ ചോദിക്കുക അതൊരു ചെടിയല്ലേ പൂവുണ്ടാവണത്? അതെ, ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ആ ചെടിയിൽ തന്നെ ഉണ്ടാവണ കായാണ് കേട്ടോ ഇത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ മീൻകറിയിലിടും, പിന്നെ നമ്മൾ അച്ചാറിടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനല്ല ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ, അപ്പം നമുക്ക് വൈൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇലയൊക്കെ പറിച്ച് കളഞ്ഞ് കേട് വന്നതൊക്കെ മാറ്റി നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നോക്കി എന്തോരം ഇല്ലയാ. പിന്നെ നമ്മളിത് നല്ലോണം കഴുകി ഒരു 2-3 വട്ടമൊക്കെ കഴുകി ഒരു തുണിയിലിട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. ടിപ്പിക്കൽ വൈൻ ഇടുന്നൊരു വേ അങ്ങനെയാണല്ലോ. പക്ഷെ ഞങ്ങൾ ടിപ്പിക്കലായിട്ടൊന്നും അല്ല ഇടുന്നത്. എല്ലാത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും ഒന്നും ഇടുന്നില്ല, സാധാരണ പോലെ ഇടുന്നു എന്ന് മാത്രം. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ ഈ 3 സ്പൈസസ്, പിന്നെ കുറച്ചധികം പഞ്ചസാര, ഒരു 1/2 കിലോ പഞ്ചസാര ഉണ്ടാവും. പിന്നെ ഗ്ലാസ് ജാർ കിട്ടാത്ത കാരണം കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയും കൂടി എടുത്തു. എന്നിട്ട് ആ കുപ്പിയിലേക്ക് ഈ എന്താ പറയുക ആ ലെമൺ വൈൻ ഇട്ടു. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അധികം വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതിട്ടു. അതിനുശേഷം ആ സ്പൈസസ് ഒക്കെ ഇട്ടു. വേണമെങ്കിൽ ആ ഇലയ്ക്ക് ഒന്ന് പൊളിച്ചൊക്കെ ഇട്ടോ, പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നോട്ടെ. അപ്പോൾ അതും അങ്ങ് പൊളിച്ച് അങ്ങോട്ട് ഇട്ടു. പിന്നെ ഈ പഞ്ചസാരയും കൂടി മൊത്തത്തിൽ അങ്ങ് ഇടുക. കുറച്ച് മധുരം അധികമായിട്ട് നിന്നോട്ടെ അല്ലേ. അങ്ങനെ ആ പഞ്ചസാരയും മൊത്തം ഇട്ട് നല്ലോണം ഇളക്കുക. അതായത് ജാറിനെ നല്ലോണം ഒന്ന് കുലുക്കി എടുക്കുമ്പോൾ എല്ലായിടത്തേക്കും ആ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അങ്ങ് എത്തിക്കോളും. പിന്നെ ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്, ഒരു 1.5 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ അതും അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, ആ വായ്ഭാഗം ഒന്നൊരു തുണി വെച്ച് മൂടിക്കെട്ടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടാ. അപ്പോൾ നമ്മളുടെ രീതിയിൽ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസിന് തലേദിവസമാണ് നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25-ാം തീയതിക്ക് തലേദിവസം ഒരു 24-ാം തീയതി രാത്രിക്കായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അതിന് ദിവസം നമുക്ക് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്കൊന്ന് ഇളക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അവർ 5 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി 25-ാം തീയതി തലേദിവസം എന്ന് വെച്ചാൽ 25-ാം തീയതി തലേദിവസം ക്രിസ്മസിന് തലേദിവസം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.